ശത്രുക്കളുടെ ആക്രമണം കാരണം മക്കയിലെ മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാം ത്യജിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിച്ച സന്ദർഭം സിദ്ദീഖോരുടെ ഉള്ളിലൊരു പൂതി പൂത്തു. എൻ്റെ യാത്ര എൻ്റെ റസൂലോരുടെ കൂടെ ആയിരിക്കണം. അങ്ങനെ ആ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അന്തിമ തീരുമാനം ലഭിക്കാത്തതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനം പാലിക്കുന്നുണ്ട്. മദീനയിലേക്ക് പലായനം ചെയ്യാനിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ തൻ്റെ നാടും വീടും വിട്ട് അന്യദേശത്തേക്ക് കുടിയേറുന്നതിൻ്റെ നൊമ്പരമായിരുന്നുവെങ്കിൽ സിദ്ദീഖോരുടെ മനസ്സിൻ്റെ വ്യാധി ഞാനെങ്ങാനും മദീനയിലേക്ക് റസൂലിൻ്റെ കൂടെ അല്ലാതെ യാത്രയാവേണ്ടി വരുമോ എന്നത് മാത്രമായിരുന്നു. അങ്ങനെ ആ പൂതിയും പേറി വീട്ടിലിരിക്കുന്ന സിദ്ദീഖോരുടെ അടുത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നുണ്ട്. തന്നോടൊപ്പമുള്ള യാത്രയ്ക്ക് ഒരുങ്ങാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സന്ദർഭം അത്രമേൽ നനച്ചിരുന്ന ആ ഒരു ആഗ്രഹം നിറവേറാനിരിക്കുന്നതിൻ്റെ സന്തോഷാധിക്യം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ ഓർത്തെടുക്കുന്നത് ഇപ്രകാരമാണ്: അന്നേ ദിവസം സന്തോഷം കൊണ്ട് എൻ്റെ വാപ്പ കരഞ്ഞതുപോലെ മറ്റൊരാളും ഇന്നേ വരെ കരയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാം ത്യജിക്കാൻ അവർ തയ്യാറായിരുന്നു, ഒന്നൊഴികെ, റസൂലിൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ ഒഴികെ.